الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളുടെ സഹോദരങ്ങളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് ആദ്യം എന്നെയും ശേഷം നിങ്ങളിൽ ഓരോരുത്തരെയും വസിയ്യത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആളുകളാണ് പരലോകത്തുണ്ടാവുക. അവരിൽ ഒരു കൂട്ടർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കൊണ്ട് ഉപകാരമെടുത്തവരും മറ്റേ കൂട്ടർ അതിന്റെ ഉപകാരം കിട്ടാത്തവരുമായിരിക്കും. അങ്ങനെ രണ്ട് വിഭാഗമായി പരലോകത്ത് ജനങ്ങൾ തിരിയും. അവരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടാത്തവരിൽ ഇത് പറഞ്ഞവരുണ്ടാകും, ഇതിന്റെ ആളുകളായി ഇവിടെ ജീവിച്ചിരുന്നവരും അതിനുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടുന്നത്? വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഈ ഖുത്ബയിലൂടെ ഉണർത്തുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും ഉൾക്കൊള്ളുവാനും നന്നായി കേൾക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ അതിന്റെ ആശയങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് കാണാൻ കഴിയും. അന്ന ഖൈറൽ കലിമാതി വഅഅദമഹാ വഅൻഫഅഹാ വഅജല്ലഹാ കലിമത്തു തൗഹീദ്. കലിമത്തു തൗഹീദ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും മഹത്വമേറിയ ഉപകാരദായകമായ പരിശുദ്ധമായ കലിമത്താണ്. ഫഹിയൽ ഉർവത്തുൽ വുസ്ഖ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ബലമായ ഒരു കയറാണ്. ആകാശലോകത്ത് നിന്നും താഴേക്കിട്ട് തന്ന ശക്തമായ കയറാണ്.
فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها. അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും താഗൂത്തുകളെ ഒഴിവാക്കുകയും അല്ലാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്താൽ അവൻ പിടിച്ചിരിക്കുന്നത് ബലവത്തായ ഒരു കയറിലാണ്, ഒരിക്കലും അത് പൊട്ടിപ്പോവുകയില്ല. വഹിയ കലിമത്തുൻ തഖ്വ, തഖ്വയുടെ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ പിന്നീട് ഉടനീളം ജീവിതത്തിൽ തഖ്വയുള്ളവനായി അവന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തഖ്വയുള്ള ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെയാണ് പ്രവേശിക്കുന്നത്. വഹിയ അഅ്ലമു അർക്കാനുദ്ദീൻ, ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റുക്നാണ്, തൂണാണ്. വഅഹമ്മു ശഅബുൽ ഈമാൻ, ഈമാനിന്റെ ശാഖകളിലെ ഏറ്റവും മുഹിമ്മായ, ഏറ്റവും മഹത്വമേറിയ കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഹിയ സബീലുൽ ഫൗസ് ബിൽ ജന്നതി വൻ നജാത്ത് മിനൻ നാർ, സ്വർഗ്ഗപ്രവേശനത്തിനും നരകമോചനത്തിനും ലാ ഇലാഹ ഇല്ലല്ലാഹ് അനിവാര്യമാണ്. ലിഅജ്ലിഹാ ഖലഖല്ലാഹ് അൽ ഖൽഖ, അതുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ തന്നെ സൃഷ്ടിച്ചത്. വഅൻസലൽ കുതുബ, കിതാബ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. വഅർസലർ റസുല, പ്രവാചകന്മാരെ നിയോഗിച്ചത്. വഹിയ കലിമത്തു ഷഹാദതി വമിഫ്താഹു ദാരി സആദ, സകല വിജയങ്ങളിലേക്കുമുള്ള ഷഹാദയാണ്, സാക്ഷ്യം പറയലിനായി അല്ലാഹു തിരഞ്ഞെടുത്തതും ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഹിയ അസ്ലുദ്ദീനി, ദീനിന്റെ അസ്ലാണ്, അസ്ഥിവാരമാണ് ആ പരിശുദ്ധ കലിമത്തു തൗഹീദ്. ആ വിഷയം സാക്ഷ്യം വഹിച്ചത് ആരൊക്കെയാണ്? ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് ആദ്യം സാക്ഷ്യം വഹിച്ചത് അല്ലാഹുവാണ്. രണ്ടാമത് വൽ മലായിക, അല്ലാഹുവിന്റെ മലായികത്തുകളാണ്. വഉലുൽ ഇൽമി, പിന്നീട് അറിവുള്ളവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ കലിമത്തു തൗഹീദ് കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഈ ഖുതുബ പറയുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ഉണ്ടാകണം. അല്ലാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, വഫദാഇലു ഹാദിഹിൽ കലിമത്തി വഹഖായിഖിഹാ വമൗഖിഉഹാ മിനദ്ദീൻ, പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ ഈ കലിമത്തിന്റെ സ്ഥാനവും ശ്രേഷ്ഠതയും അതുപോലെ തന്നെ അതിന്റെ സത്തയും എന്നത് ഒരിക്കലും ഫൗഖമാ യസിഫുൽ വാസിഫൂൻ, ഒരു വിശേഷണം നൽകുന്നവൻ വിശേഷിപ്പിക്കാൻ നിന്നാൽ ഒരിക്കലും തീരില്ല. വയഅരിഫുൽ ആരിഫൂന, അറിവുള്ളവർ അറിഞ്ഞാലോ അവിടെയും തീരുകയില്ല. അത്രയും മഹത്വമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്ക് കുറച്ചേ അതിൽ നിന്ന് അറിയുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് രക്ഷപ്പെടുന്നവർ? നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നോക്കൂ, മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹിയോട് പറയുകയാണ്, ഒരാൾ പറഞ്ഞു, ഇന്ന നാസൻ യഖൂലൂന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ജനങ്ങൾ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആര് പറയുന്നുവോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. ഇത് കേട്ടപ്പോ അദ്ദേഹം മറുപടി നൽകി, അതെ സത്യമാണ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അദ്ദാ ഹഖ്ഖഹാ വഫറദഹാ ദഖലൽ ജന്ന, ആരാണോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സ്ഥാനവും അതിന്റെ ഹക്കും വകവെച്ച് നൽകുന്നത്, അതിന്റെ ഫർളുകൾ പൂർത്തീകരിക്കുന്നത്, അവൻ സ്വർഗ്ഗത്തിൽ പോകുമെന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. നോക്കൂ, ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഉമ്മത്ത് മുസ്ലിം സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ പൂർണ്ണമായും അംഗീകരിക്കാത്തിടത്താണ് ഉള്ളത്. മഹാനായ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ പ്രയാസം പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ഇന്ന വാഖിഅ കതീറൻ മിനൽ മുസ്ലിമീന അൽയൗമ, ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും ശർറും മിമ്മാ കാന അലൈഹി ആമ്മത്തുൽ അറബി ഫിൽ ജാഹിലിയ്യത്തിൽ ഊലാ, ജാഹിലിയ കാലഘട്ടത്തിലെ ആ അറബ് സമൂഹത്തിന്റെ അവസ്ഥയേക്കാൾ മോശകരമായ, വളരെ മോശം നിറഞ്ഞ അവസ്ഥയിലാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ. സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കും. അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഏത് വിഷയത്തിൽ? മിൻ ഹൈസു സൂഖുൽ ഫഹമി ലിമഅന ഹാദിഹിൽ കലിമത്തി തയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന മനസ്സിലാക്കുന്നതിൽ ഇന്നത്തെ മുസ്ലിം സമുദായം ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളെക്കാൾ മോശമാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ലിഅന്നൽ മുശ്രികീന അൽഅറബ കാനൂ യഫ്ഹമൂൻ, മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിലെ മുശ്രിക്കുകളുണ്ടല്ലോ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് കൃത്യമായി മഅന മനസ്സിലാക്കിയിരുന്നു. വലാകിന്നഹും ലാ യുഅ്മിനൂൻ, പക്ഷേ അവർ അതിൽ വിശ്വസിച്ചില്ല. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്
അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അതിന്റെ മുറാദ് എന്താണ് എന്നത് അറബികൾ, മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ കൃത്യമായി അത് മനസ്സിലാക്കിയിരുന്നു. വലാകിന്നഹും ലാ യുഅ്മിനൂൻ, പക്ഷേ അവരതിൽ വിശ്വസിച്ചിരുന്നില്ല. അമ്മാ ഗാലിബുൽ മുസ്ലിമീനൽ യൗം, ഇക്കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹവും ഫൈനഹും യഖൂലൂന, അവർ പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളുകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മാ ലാ യഅ്തഖിദൂൻ, അവർ ശരിയായ നിലക്ക് വിശ്വസിക്കുന്നില്ല എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. യഖൂലൂന, അവർ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല എന്നവർ പറയുന്നുണ്ട്. വലാ യുഅ്മിനൂന ഹഖ്ഖൻ ബിമഅനാഹാ, ഈ കലിമത്തു തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മഅന എന്താണോ അത് ശരിക്കും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മഹാനായ ശൈഖ് അൽബാനി റഹ്മഹുല്ലാഹ് പറയുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞല്ലോ, മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന മനസ്സിലാക്കി, ഇന്നത്തെ ഉമ്മത്ത് അത് മനസ്സിലാക്കിയില്ല എന്ന്. കുറച്ചൊന്നത് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയും, നോക്കൂ, വിശുദ്ധ ഖുർആനിലൂടെ മക്ക മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഒരു പഠനം നടത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ലുഖ്മാനിന്റെ 25-ാമത്തെ വചനത്തിലൂടെ നമുക്കത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം ചിലത് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചിരുന്നു. അതായത് ഈ മഹാപ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവനായ റബ്ബ്, അവൻ ഏകനാണ്, അതിലാർക്കും പങ്കില്ല എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അതാണ് സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലന്നല്ലാഹ്, നബിയെ താങ്കൾ ചോദിച്ചു നോക്ക്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണെന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹു തന്നെയാണ്. അവരുടെ വിശ്വാസം അതായിരുന്നു. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ ആരാണ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത്, അവർ ഉറപ്പിച്ചു പറയും അല്ലാഹു മാത്രമാണ്. ലാ റബ്ബ ഇല്ലല്ലാഹ്, റബ്ബായി, സംരക്ഷകനായി, സൃഷ്ടാവായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ രണ്ടാമത്തെ മുശ്രിക്കുകളുടെ വിശ്വാസം പരിശോധിക്കാം. മനുഷ്യർക്ക് ഇടപെടാൻ സാധിക്കാത്ത പ്രയാസങ്ങൾ വന്നാൽ, പരീക്ഷണങ്ങൾ വന്നാൽ, പ്രതിസന്ധി ഉണ്ടായാൽ അവർ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്ത് അൻആമിന്റെ 40-41-ൽ അല്ലാഹു ചോദിക്കുകയാണ്, നബിയെ അവരോട് ചോദിക്കുക, ഖുൽ അറഅയ്തുകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതതുകുമുസ് സഅതു ഗൈറല്ലാഹി തദ്ഊന ഇൻ കുൻതും സാദിഖീൻ. നിങ്ങളൊന്ന് പറഞ്ഞു തരൂ നബിയെ, മുശ്രിക്കുകളെ ഇങ്ങനെ പിടിച്ചു നിർത്തി ചോദിക്കൂ, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, ഇൻ അതാകും അദാബുല്ലാഹി ഔ അതതുകുമുസ് സഅ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശബ്ദമായ പരീക്ഷണം വന്നാൽ, ശിക്ഷ ഇറങ്ങിയാൽ, അല്ലെങ്കിൽ അന്ത്യദിനം സംഭവിച്ചാൽ നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുക? നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുക? സത്യസന്ധമായ ഉത്തരം പറയൂ. ഇൻകുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ബൽ ഇയ്യാഹു തദഊന ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻ ശാഅ വതൻസൗന മാ തുശ്രികൂൻ. ഇല്ല, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ ഇത്തരം സന്ദർഭങ്ങളിൽ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുകയാണ്, പ്രതിസന്ധി വേളകളിൽ, പ്രയാസത്തിന്റെ സന്ദർഭങ്ങളിൽ, സഹോദരങ്ങളെ, പ്രതിസന്ധി ഉണ്ടായാൽ ഈ മക്കയിലെ മുശ്രിക്കുകൾക്കറിയാം, അല്ലാഹനെ വിളിക്കാതെ ദുനിയാവിലെ ഒരു പടപ്പിനെയും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ഇവർക്ക് യഖീനുള്ള അറിവായിരുന്നു, ഉറപ്പുള്ള അറിവായിരുന്നു. പറയുന്നു, ലാ തദ്ഊന ഗൈറഹു ലിഇൽമികും അന്നഹു ലാ യഖ്ദിറു അഹദുൻ അലാ ദഫഇ ദാലിക സിവാ. അല്ലാഹു നൽകിയ ആ പരീക്ഷണത്തിൽ നിന്ന്, വമ്പിച്ച പരീക്ഷണത്തിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്താൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായി അവർ വിശ്വസിക്കുന്ന അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന വിജ്ഞാനം, എന്ന അറിവ് ശക്തമായി മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഇനി നോക്കൂ, ഈ മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സാഹചര്യം അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്ത് അൻകബൂത്തിൽ അല്ലാഹു പറയുകയാണ്,
ഇവർ കച്ചവടത്തിനായും മറ്റും കപ്പലിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. നിരന്തരം കപ്പലിലൂടെയുള്ള യാത്രയെ ഉപയോഗപ്പെടുത്തിയിരുന്നവരാണ്. അല്ലാഹു പറയുന്നു, ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇവർ കപ്പലിലായിരിക്കുന്ന സന്ദർഭത്തിൽ ശക്തമായ കൊടുങ്കാറ്റടിച്ചു വീശി തിരമാലകൾ അവർക്ക് നേരെ ആർത്തിരമ്പി വരുന്ന സന്ദർഭമുണ്ടായാൽ, ഇനി ആരും തങ്ങളെ രക്ഷിക്കാനില്ല എന്ന സാഹചര്യം രൂപപ്പെട്ടാൽ, അടിവരയിട്ട വാചകം മനസ്സിലാക്കണം. പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി പരിപൂർണമായും അവർ അല്ലാഹനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയിട്ട് അവരെ കരയിലേക്ക് കൊണ്ടുവന്നാലോ, ഇദാഹും യുശ്രികൂൻ, അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്യുകയാണ്. അഥവാ സഹോദരങ്ങളെ, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു യാത്രയാണ് കടലിലൂടെ. ആ സന്ദർഭത്തിൽ അവർക്ക് വലിയ പരീക്ഷണം നേരിട്ടാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. ഇതാരാണ്? മക്കയിലെ മുശ്രിക്കുകളാണ്. ബദറിൽ പ്രവാചകനെതിരെ യുദ്ധം ചെയ്തവരാണ്. മക്കയുടെ മലഞ്ചെരുവിൽ പ്രവാചകനെയും സഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചവരാണ്. തങ്ങളുടെ സമ്പത്ത് തട്ടിയെടുത്തവരാണ്. ക്രൂരമായി പീഡിപ്പിച്ചവരാണ്. മരുഭൂമിയിൽ ആ മണൽത്തരികളിലിട്ട് അടിമകളായവരെ ഉപദ്രവിച്ച ആളുകളാണ്. അങ്ങനെയുള്ള ഈ മുശ്രിക്കുകളുടെ സ്വഭാവവും അവരുടെ വിശ്വാസവും ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് മുമ്പിൽ അവർ വിളിക്കും, യാ റബ്ബി, എന്റെ റബ്ബേ, എന്റെ അല്ലാഹുവേ, എന്നെ നീ രക്ഷിക്കണേ അല്ലാഹ് എന്നവർ വിളിച്ച് പ്രാർത്ഥിക്കും. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശ്വാസികളോട് ആവശ്യപ്പെട്ടത് എന്താണ്? സൂറത്ത് ബയ്യിന 90-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വചനം, വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഉമിറൂ, ഒരു മുസ്ലിമും കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബ്ദുല്ലാഹ, അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ, പൂർണ്ണമായും നിഷ്കളങ്കത അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനല്ലാതെ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ വകുപ്പിലാണ് മക്കയിലെ മുശ്രിക്കുകൾ കടലിൽ വെച്ച് അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. ആലോചിച്ചു നോക്കൂ, ശാന്തമായി, ഞാൻ ഒച്ചയിടുന്നില്ല, നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. നമ്മളോട് അല്ലാഹു കൽപ്പിച്ചത് പൂർണ്ണമായും നിഷ്കളങ്കത അല്ലാഹുവിന് മാത്രം ആക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. ഇതേ അവസ്ഥയിലായിരുന്നു, ഇതേ മാനസികാവസ്ഥയിലും വിശ്വാസത്തിലുമായിരുന്നു മക്ക മുശ്രിക് അബൂജഹലും അബൂലഹബും കൂട്ടരും കടലിലായാൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത് എന്ന്. എത്രത്തോളം ബന്ധമുണ്ടെന്ന് നോക്കൂ അവരും ഇസ്ലാമിക വിശ്വാസവും തമ്മിൽ. അങ്ങനെ അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ പ്രശ്നം എവിടെയാണ്? ഇവർ അല്ലാഹു രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നാലോ, അപ്പോൾ ഇവർ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നു. നോക്കൂ, അബൂജഹലിന്റെ മകൻ ഹിജ്റ 8-ാം വർഷത്തിൽ മക്കം ഫത്ഹുണ്ടായി. ആ മക്കം ഫത്ഹിൽ പ്രവാചകരും സംഘവും അവിടെ എത്തി. 4 വാക്കിന് പലരും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ ഇക്രിമ എന്ന വ്യക്തിത്വം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഓടി രക്ഷപ്പെട്ടു, മുസ്ലിമീങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, ഒന്നുകിൽ അവിടെ ഒട്ടകത്തിന്റെ പുറത്ത് കയറി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് എവിടെയെങ്കിലും പോവുക, പായക്കപ്പലിൽ കയറി എവിടെയാണോ കരയെത്തുന്നത് അവിടെ ചെന്നിറങ്ങുക. അങ്ങനെ കടലിലിറങ്ങി കപ്പലിൽ കയറി രക്ഷപ്പെട്ടു ഇക്രിമ. ആ പോകുന്ന വഴിയിൽ നോക്കൂ, നമുക്ക് കാണാം, ഹബശയിലേക്ക് പോവുകയാണ്. കപ്പലിൽ കയറി മുസ്ലിമീങ്ങളെ കാണണ്ട, അവരുടെ കീഴിൽ നിൽക്കണ്ട, എന്റെ വിശ്വാസം കൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുകയാണ്, മുസ്ലിമായില്ല. അങ്ങനെ അതാ കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ആ രംഗം മനസ്സിലേക്ക് കൊണ്ടുവരിക. ശക്തമായ കാറ്റടിച്ചു വീശി, ശക്തമായ തിരമാലകൾ ആർത്തിരമ്പി വരികയാണ് ആ കപ്പലിന് നേരെ. ഈ കപ്പലിന്റെ ആളുകൾ പറയുകയാണ്, അതിന്റെ മുദീർ പറയുകയാണ്, യാ ഖൗമി, ഈ കപ്പലിലുള്ള സമൂഹമേ, അഖ്ലിസൂ ലിറബ്ബികും ദുആ, അഖ്ലിസൂ അടിവരയിടൂ, അഖ്ലിസൂ ലിറബ്ബികും ദുആ,
പ്രാർത്ഥന നിഷ്കളങ്കമാക്കി അല്ലാഹുവോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. റഹ്മാനായ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചോളൂ. ഇനി നമ്മളെ രക്ഷപ്പെടുത്താൻ ആരുമില്ല, ഇല്ല എങ്കിൽ ഇതിൽ മുങ്ങി നശിക്കുക തന്നെ ചെയ്യുന്നതാണ്. അന്നേരത്തിൽ ഈ കപ്പലിന്റെ ആളുകൾ പറയുകയാണ്, അല്ലാഹയല്ലാതെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. ഇങ്ങനെ കേട്ടല്ലോ, അദ്ദേഹത്തിന്റെ ചിന്താമണ്ഡലങ്ങളിൽ വിസ്ഫോടനങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ ചിന്ത മാറി പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ഇൻ കാന ലാ യുൻജി ഫിൽ ബഹരി ഗൈറുഹു, ഈ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളവനല്ലാതെ ഈ കടലിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന റബ്ബാരാണോ അവന് മാത്രമേ കരയിലും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാഹുമ്മ ലക അലയ്യ അഹദുൻ, അല്ലാഹുവേ ഞാനിതാ നീയുമായി ഒരു കരാർ വെക്കുകയാണ്. ലൈൻ ഖറജ്തു ലഅദ്ഹബന്ന ഫലഅദഅന്ന യദി ഫീ യദി മുഹമ്മദിൻ ഫലഅജിദന്ന റഊഫർ റഹീമാ. പടച്ചോനെ, ഈ കടലിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ, കരയിൽ ഞാൻ എത്തിയാൽ ഉറപ്പായും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണും, ഇസ്ലാം സ്വീകരിക്കും, മുസ്ലിമാകും. അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തിയാൽ. അങ്ങനെ തീരുമാനിച്ച് ഇക്രിമ റളിയല്ലാഹു അൻഹു കരയിലേക്ക് വരുന്നു, പ്രവാചകനെ കാണുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. ഇനി ആലോചിച്ചു നോക്കൂ ശാന്തമായി, കടലിൽ ഭയാനകരമായ അവസ്ഥയിൽ പെട്ടാൽ ഈ ഖുതുബയിൽ നിന്ന് ഏതൊരു അല്ലാഹുവിനെയാണോ നമ്മൾ പറയുന്നത്, ആ അല്ലാഹുവിനെ ഇഖ്ലാസോടുകൂടി ഒരു വേള ഈ പള്ളിയിൽ ഇരുന്ന് നാം ദുആ ചെയ്യുമ്പോൾ ഇല്ലാത്ത അതിനേക്കാളേറെ പൂർണ്ണമായ ഇഖ്ലാസിൽ ആ പ്രതിസന്ധിയിൽ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം. എന്നാൽ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയോ? ആലോചിച്ചു നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അബൂജഹലിനും അബൂലഹബിനും ഒക്കെ അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും അല്ലാഹ് തമ്പിയാക്കളെയും മൗലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂല. അവർക്ക് സംശയമാണ്. അവർ പറഞ്ഞില്ല, അവരതിനെ തള്ളിക്കളഞ്ഞു. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന മനസ്സിലാക്കി. ഇന്നത്തെ മുസ്ലിം സമൂഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ മഅന അറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹ് തമ്പിയാക്കളിലേക്കും മൗലിയാക്കളിലേക്കും പ്രാർത്ഥനകൾ വഴിതിരിച്ചു വിട്ടു, നേർച്ചകൾ വഴിതിരിച്ചു വിട്ടു, എല്ലാം അവരിലേക്ക് സമർപ്പിക്കുന്നവരായി തീർന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ മഅന മനസ്സിലാക്കിയവരാരാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കൽ, മനസ്സിലാക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ വിഷയമാണ് ഇന്ന് ഞാൻ അല്പസമയം നിങ്ങളെ ഉണർത്തുന്നത്. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ആ ലാ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് റുക്നുകളുണ്ട്, അതിന് രണ്ട് തൂണുകളുണ്ട്. ആ രണ്ട് തൂണുകളാൽ സ്ഥാപിതമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്ന്, ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉൾപ്പെടെ ഒരു ഇലാഹുമില്ല എന്നാണോ പഠിക്കുക? അല്ല, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒരു ഇലാഹുമില്ല, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തത്, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണുള്ളത്, ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധനക്കർഹനായി ഒരാളും തന്നെ ഇല്ല എന്ന രണ്ട് തൂണുകളാൽ സ്ഥാപിതമാണ് പരിശുദ്ധ കലിമത്ത് തൗഹീദായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടേണ്ടതുണ്ട്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, അതെന്തുകൊണ്ടെന്നാൽ അല്ലാഹുവാണ് സത്യമായിട്ടുള്ളവൻ. ആരാധനകൾ സമർപ്പിക്കാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ചകൾ സമർപ്പിക്കപ്പെടാൻ അർഹതയുള്ളവൻ അല്ലാഹു മാത്രമാണ്. അവൻ മാത്രമാണ് സത്യമായിട്ടുള്ളവൻ. വഅന്നമാ യദഊന മിൻ ദൂനിഹി ഹുവൽ ബാതിൽ, അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന സകല ആരാധ്യന്മാരും അതെല്ലാം ബാത്തിലാണ്, നിരർത്ഥകമാണ്. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചില നിബന്ധനകളുണ്ട്, ഷർത്തുകളുണ്ട്. ഓരോന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമത്തേത് എന്താണെന്ന് അറിയുമോ? ഇൽമുണ്ടാകണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചുള്ള ഇൽമുണ്ടാകണം.
അതിലെന്താണ്? ഒന്ന് അൽ ഇൽം, നിഷേധിക്കലും സ്ഥിരപ്പെടുത്തലും. അഥവാ നമ്മൾ നിഷേധിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ നിഷേധിച്ചു. എന്തിനെ നിഷേധിച്ചു? അല്ലാഹ്ക്ക് പുറമെ ഒരു ആരാധ്യനുമില്ല എന്ന് നിഷേധിച്ചു. രണ്ടാമത് സ്ഥാപിച്ചു. എന്ത് സ്ഥാപിച്ചു? അല്ലാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് സ്ഥാപിച്ചു. ഈ നിഷേധിക്കലും ഈ സ്ഥിരപ്പെടുത്തലും ഉൾപ്പെട്ട അതിന്റെ അർത്ഥം മഅന അറിയുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഷർത്ത്. മഅന അറിയുക. ഈ മഅന ആരറിഞ്ഞു? മക്കയിലെ മുശ്രിക്കുകൾ അറിഞ്ഞു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയില്ല. അവർക്ക് മഅന മനസ്സിലായി. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന് മഅന മനസ്സിലായില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അമ്പിയാക്കളോടും ഔലിയാക്കളോടും വിളിച്ച് തേടുകയും ചെയ്യുന്നുണ്ട്, ജാറത്തിലും മഖബറകളിലേക്കും പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. മഅന മനസ്സിലായില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഷർത്ത് എന്താ? മഅന മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം, ഈ സ്ഥാപിക്കലും നിഷേധിക്കലും ഉൾപ്പെടുന്ന അർത്ഥം മനസ്സിലാക്കണം. അതാണ് അല്ലാഹു പറഞ്ഞത്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, ആരാധനക്കർഹൻ അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല എന്ന് അല്ലാഹ് പറഞ്ഞ ആ കാര്യം ഈ ഇൽമ് ഉണ്ടാകണമെന്നതാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന. ഒരാൾ മരിച്ചു, മൻ മാത, ഒരു മനുഷ്യൻ മരിച്ചു, വഹുവ യഅലമു, അവൻ ഇൽമുള്ളവനായി കൊണ്ടാണ് മരിച്ചത്. എന്ത് ഇൽമാണ്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കാരൻ അല്ലാഹ് അല്ലാതെ മറ്റാരുമില്ല എന്ന അറിവോടുകൂടി മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണ്. ഈ ഇൽമ് മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഷർത്താണ്. ശരി, ഒന്നാമത്തെ ഷർത്ത് ഉണ്ടായി രക്ഷപ്പെടുമോ? ഇല്ല, ബാക്കിയുള്ളതുകൊണ്ട് അത് നോക്കുക. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? ആ അർത്ഥമറിയിക്കുന്ന ആശയത്തിൽ പൂർണ്ണമായി ഉറപ്പുണ്ടാകണം. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന ആ ആശയത്തിൽ പൂർണ്ണമായി ഉറപ്പുണ്ടാകണം, സംശയമുണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, മുഅ്മിനീങ്ങളായ ഒരു കൂട്ടർ അവർ മാത്രമാണ്, ആമനൂ ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും അവർ വിശ്വസിക്കുന്നു, സുമ്മ ലം യർതാബു, പിന്നീട് ഒരു നിലക്കും അവരതിൽ സംശയിക്കുന്നില്ല. ദൃഢമായ യഖീനാണ്, ഉറച്ച വിശ്വാസമാണ്, കുലുങ്ങാത്ത ആദർശമാണ്, പതറാത്ത ആദർശമാണ്. വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം, എന്നിട്ടാണ് അവർ അവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പടപൊരുതിയത്, ജിഹാദ് ചെയ്തത്, ജീവിച്ചത്. ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് ഈ ആദർശത്തെ സത്യപ്പെടുത്തിയവർ, അവരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സത്യപ്പെടുത്തിയവർ. അതുകൊണ്ട് തന്നെ ആ അർത്ഥം അറിയിക്കുന്ന ആശയത്തിൽ ഉറപ്പുണ്ടാവണം, സംശയമുണ്ടാവരുത്. ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്താണ്. ഇനി മൂന്നാമത്തെ ഷർത്ത് നോക്കൂ, ഈ ഉറപ്പിച്ച ആശയം മതമായി സ്വീകരിക്കണം. എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന അറിയാം, അതിനെനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ആ ആശയം പഠിപ്പിക്കുന്ന ഒരു മതമുണ്ട് ഇസ്ലാം, അത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകാരപ്പെടും? പെടില്ല. അപ്പൊ ആ ആശയം പഠിപ്പിക്കുന്ന മതത്തെ സ്വീകരിക്കണം. ഈ രണ്ടാമത്തെ ഷർത്ത് ഒരു അബൂജഹലും ഒക്കെ ആയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഅന അറിയാം, അതിൽ ഉറപ്പുണ്ടായിരുന്നു, സംശയമില്ലായിരുന്നു. പക്ഷേ ആ ആശയം പഠിപ്പിച്ച മതം സ്വീകരിച്ചില്ല. രണ്ടാമത്തെ ഷർത്ത് ഒരു അബൂജഹലും ഒക്കെ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീനാ. അദ്ദേഹം പറഞ്ഞതാണ് മരണത്തിന്റെ വേളയിൽ, എനിക്കറിയാം മുഹമ്മദ് നബി കൊണ്ടുവന്ന ദീന് മനുഷ്യരുടെ കൂട്ടത്തിലുള്ള സകല ദീനുകളെക്കാളും ശ്രേഷ്ഠമാണ്, അഫ്ളലാണ്, യാഥാർത്ഥ്യമുള്ളതാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്തിലൊക്കെയായി. മൂന്നാമത്തെ ഷർത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചുപോയി. അതിനെ മതമായി സ്വീകരിച്ചില്ല. സ്വീകരിക്കണം മതമായി. പറയണം, എന്റെ നമസ്കാരവും വനുസുക്കി, എന്റെ നേർച്ചകളും, വമഹ്യായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു മാത്രമുള്ളതാണെന്ന് പ്രഖ്യാപിക്കണം. അല്ലാഹു മാത്രമുള്ളതാണെന്ന് പ്രഖ്യാപിക്കണം. അപ്പോ ഇസ്ലാമിനെ മതമായി സ്വീകരിക്കണം. ഈ ആശയം പഠിപ്പിച്ച മതത്തെ മതമായി സ്വീകരിക്കണം. ഇതാണ് മൂന്നാമത്തെ ഷർത്ത്. നമസ്കാരം അല്ലാഹ്ക്കാണ്, നേർച്ച അല്ലാഹ്ക്കാണ് എന്ന് നിസ്കരിച്ചിട്ട് പറയുന്ന മനുഷ്യൻ പുറത്തിറങ്ങി അഫ്ളലുൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 വട്ടം ദിക്ർ പറഞ്ഞു, പുറത്തിറങ്ങി മഹീദ്ദീൻ ശൈഖിന് ഒരു ബലി നൽകി, ഒരു നേർച്ച നൽകി. എവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്?
എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ശബ്ദതാണ്. ഇനി നാലാമത്തെ ശബ്ദത്താണ് ആ ആശയം ഉൾക്കൊണ്ട് മതം സ്വീകരിച്ചവൻ പാലിക്കേണ്ട അതിന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കണം. ഇത് നാലാമത്തെ ശബ്ദമാണ്. ആ ആശയം സത്യമാണ്, അതിൽ ഉറപ്പുണ്ട്, അതിനെ മതമായി സ്വീകരിച്ചു, പക്ഷെ അതിന്റെ വിധിവിലക്കുകൾ ഞാൻ ചെയ്യില്ല എന്നൊരാൾ പറഞ്ഞാലോ, ഞാൻ നമസ്കരിക്കില്ല, ഞാൻ നോമ്പെടുക്കില്ല, ഞാൻ സക്കാത്ത് കൊടുക്കില്ല, ഞാൻ ഹജ്ജ് ചെയ്യില്ല എന്നൊരാൾ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരം കിട്ടിയവരാണോ? ഒരിക്കലും കിട്ടിയവരല്ല. ചില സ്വാമിജിമാർ, ചില പുരോഹിതന്മാർ, ചില മറ്റു മതത്തിലുള്ള ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഭംഗിയായി അവതരിപ്പിക്കും. അത് കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടണ്ട. അത് പറഞ്ഞു എന്നതുകൊണ്ട് രക്ഷപ്പെടില്ല. അതിനെ മതമായി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ അതിലെ പൂർണ്ണമായ വിധിവിലക്കുകൾക്ക് കീഴൊതുങ്ങണം. അതിന് കീഴൊതുങ്ങണം, ആ മതത്തിന് കീഴൊതുങ്ങണം. വിധികളും വിലക്കുകളും അങ്ങ് വെച്ചു, ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, കല്യാണം ഇങ്ങനെയാകണം, കച്ചവടം ഇങ്ങനെയാകണം, ജീവിതം ഇങ്ങനെയാകണം, സാമ്പത്തിക രംഗം ഇങ്ങനെയാകണം, ആദർശം ഇങ്ങനെയാകണം. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തിലും ആ നിലക്ക് അമ്മ വെച്ച വിധിവിലക്കുകൾ സ്വീകരിക്കുക, അതിനെ തള്ളിക്കളയാൻ പാടില്ല. എങ്കിൽ മാത്രമാണ് അവന് രക്ഷപ്പെടാൻ സാധിക്കുക. വല്ലവനും സമൃദ്ധനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് സമർപ്പിക്കുന്ന പക്ഷം ഏറ്റവും ബലമുള്ള കയറിലാണ് അവൻ പിടിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നാലാമത്തെ ശബ്ദം ഞാൻ പറഞ്ഞു. ഒന്ന് ഇൽമുണ്ടാകണം, രണ്ട് ആ ആശയം ഉറപ്പായി സ്വീകരിക്കണം, അതിൽ ഉറപ്പുണ്ടാവണം, സംശയം ഉണ്ടാകരുത്. മൂന്ന് ആ ആശയം പഠിപ്പിച്ച മതത്തെ സ്വീകരിക്കണം, സ്വീകരിച്ച ആ മതത്തിൽ കീഴൊതുങ്ങി അതിന് പൂർണ്ണമായും അടിമപ്പെട്ട് ആ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. എങ്കിലാണ് ആ മനുഷ്യന് രക്ഷപ്പെടാൻ സാധിക്കുക. ഇത് 4 ശർത്ത് ഇനിയും ബാക്കിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഈ കലിമത്ത് തൗഹീദിനെ മനസ്സിലാക്കി ജീവിച്ചു മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, 5ാമത്തെ ഷർത്ത്, ഈ ആശയം സ്വീകരിച്ചതും അതിനനുസരിച്ച് ജീവിക്കുന്നതും സത്യസന്ധമായിട്ടായിരിക്കണം. കാപട്യം ഉണ്ടാവാൻ പാടില്ല, സത്യസന്ധമായിട്ടായിരിക്കണം. മുനാഫിക്കുകൾ ഇവിടെയാണ് പെട്ടത്. അവർ സ്വീകരിച്ചു, ആശയത്തെ സ്വീകരിച്ചു, മതമായി സ്വീകരിച്ചു. അവരെന്ത് ചെയ്തു? ജീവിതത്തിലെ അമലുകളൊക്കെ ചെയ്തു, പ്രകടമായി, പ്രത്യക്ഷത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടായിരുന്നു മുനാഫിക്കുകളുടെ ആ ജീവിതം? ഒരിക്കലുമല്ല. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരം കിട്ടണമെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യസന്ധമായിട്ടായിരിക്കണം ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ടായിരിക്കണം ഈ ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാപട്യം ഉണ്ടാവാത്ത സത്യസന്ധമായിട്ടുള്ള സമീപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ഉണ്ടാകേണ്ടത്. ഇത് 5ാമത്തെ ശർത്താണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അഹസിബന്നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം തങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുന്നുണ്ട്. റബ്ബിന്റെ ചോദ്യമാണ്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതെന്ന് ഇമാം തബരി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, വിശ്വാസികളായി എന്നതിന്റെ പേരിൽ വെറുതെ വിട്ടേക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ട. പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഓരോ പരീക്ഷണത്തെയും പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയിലുള്ള പോരായ്മയാണെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നോക്കൂ, സത്യസന്ധമായിട്ടായിരിക്കണം. ഒരിക്കലും കാപട്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത്. ആറാമത്തെ ഷർത്ത്, ഈ വാക്കും തുടർ പ്രവർത്തനങ്ങളും അല്ലാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കണം. ഒരിക്കലും ശിർക്കിന്റെ ഒരു ലാഞ്ചനയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് നല്ലൊരു ഡോക്ടറെ കണ്ട് മരുന്ന് എഴുതി വാങ്ങി, മരുന്ന് കഴിച്ചു, രോഗം ഭേദമായി, വീട്ടിൽ വന്നു, കുറച്ചു ദിവസം കഴിഞ്ഞു, കുടുംബത്തിൽ ഒരാൾക്ക് രോഗം വന്നപ്പോ ആ ഡോക്ടറിനെ ചെന്ന് കാണൂ, അദ്ദേഹം ഉഷാറാണ്, വേറെ പലയിടത്തും ഞാൻ കാണിച്ചു, എന്റെ രോഗം മാറിയില്ല. ആ ഡോക്ടറെ കാണിച്ചപ്പോൾ എന്റെ രോഗം മാറി. ഔലിയായ ശിർക്കാണ്, നമ്മുടെ വാചകത്തിൽ വരുന്ന ശിർക്കാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ രോഗം മാറി എന്ന് പറയുന്നതിന് പകരം ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ മാറി. അങ്ങനെ സൂക്ഷ്മമായ തലങ്ങളിൽ പോലും
ശിർക്ക് വരാതെ നമ്മുടെ അഖീദയെ പൂർണ്ണമായും സ്വർണ്ണത്തളികയിൽ സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ നെഞ്ചിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ ജീവിതത്തിന്റെ ഒരു രംഗത്തും ശിർക്ക് സംഭവിക്കാൻ പാടില്ല. ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ, എവിടെയെങ്കിലും ശിർക്ക് കടന്നു വന്നാൽ, ഒരായുഷ്കാലം മുഴുവനും ചെയ്തു കൂട്ടിയ സകല കർമ്മങ്ങളും തകർന്ന് തരിപ്പണമാകും. പരിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്തതാണെങ്കിലും, ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തതാണെങ്കിലും എല്ലാം തകർന്നു പോകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു പ്രവാചകരോട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നബിയെ, താങ്കൾക്ക് മുൻപുള്ളവർക്കും നൽകിയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ? വിവരം എന്താണെന്ന് അറിയുമോ? ലഇൻ നസ്റത ലയഹ്ബതന അമലു, താങ്കളാണ് ഇനി അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിലും സകല അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ്. അല്ലാഹുവിന്റെ അടുത്ത് സ്വീകാര്യമല്ല. പരലോകത്ത് സെന്റിമെന്റ്സിന് യാതൊരു സ്ഥാനവുമില്ല. പ്രമാണമനുസരിച്ചുള്ള ജീവിതമുണ്ടോ? ആദർശബന്ധിതമായ ജീവിതമുണ്ടോ? പരലോകത്ത് രക്ഷപ്പെടാം. അവിടെ സെന്റിമെന്റ്സ് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആളാണ്, പഠിച്ചോനെ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു, എന്നെ ഒന്ന് കഴിച്ചിലാക്കണേ എന്ന് പരലോകത്ത് കരഞ്ഞ് 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 കരഞ്ഞു പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കില്ല. ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് വേണമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ലാഞ്ചനം ഒരിടത്തും കടന്നു വരരുത്. പള്ളിയിൽ വന്ന് തഹയ്യത്ത് നമസ്കരിക്കുന്ന വേളയിൽ ആരെങ്കിലും കയറി വരുമ്പോൾ അവനെ കാണിക്കുന്നതിന് വേണ്ടി നമസ്കാരത്തെ നന്നാക്കുക എന്നത് ശിർക്ക് പോലും, ആ ചെറിയ ശിർക്ക് പോലും ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന നാം വീട്ടിന്റെ വാതിൽ വന്ന് ആരെങ്കിലും മുട്ടുമ്പോ ഈ ഖുർആനും കൊണ്ടുപോയി ഞാൻ ആ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന പിക്ചർ അയാൾക്ക് കിട്ടട്ടെ എന്ന ചിന്ത പോലും, ശിർക്കിന്റെ ആലാഞ്ചന പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. പ്രവാചകൻ ഭയപ്പെട്ടതാണ് കറുത്ത പാറക്കല്ലിൽ, കറുത്ത രാത്രിയിൽ, കറുത്ത ഉറുമ്പരിക്കുന്നത് എപ്രകാരമാണോ അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരുമെന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പ്രഖ്യാപനത്തെ, ആ വചനത്തെ ഭയപ്പെടണമെന്ന എന്നൊരു ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമത്തെ ഷർത്ത്, ഇത് പറയുന്നവൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ മതത്തെയും ആ മതത്തിന്റെ ശിആറുകളെയും സ്നേഹിക്കണം. അഹ്ലു സുന്നയുടെ ആദർശത്തെയും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നാം സ്നേഹിക്കണം. ആ സ്നേഹം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലുള്ള സ്നേഹമാണ്. സ്വാഭാവികമായി വ്യക്തിപരമായ വിഷയത്തിൽ വെറുപ്പുണ്ടായേക്കാം, അവിടെ വിഷയമില്ല. ആദർശത്തിന്റെ പേരിലുള്ള സ്നേഹം എന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. ആ സ്നേഹത്തിൽ, ആ വിഷയത്തിൽ തന്നെ ഹറാമായതുണ്ട്, ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതൊക്കെ ഉണ്ട്, വിശദാംശം വേറെയുണ്ട്. എന്തായിരുന്നാലും അടിസ്ഥാനപരമായത് മനസ്സിലാക്കുക. എട്ടാമത്തത്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് സ്വീകരിച്ചു വന്നാൽ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല ആരാധ്യന്മാരെയും പൂർണ്ണമായും തള്ളിക്കളയുക. ഒരാൾ ക്രിസ്ത്യാനിയായിരുന്നു, ഈസാ നബിയെ ആരാധിച്ചുകൊണ്ടായിരുന്നു ജീവിതം. അയാൾ ഇസ്ലാമിലേക്ക് വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാതിലിലൂടെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. അയാൾ പ്രത്യേകം പറയണം, ഈസാ നബി അല്ലാഹുവിന്റെ ദൂതൻ മാത്രമാണ്, മെസഞ്ചർ മാത്രമാണ്, ഒരിക്കലും ദൈവ പുത്രനല്ല എന്നത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് വേണം അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർണ്ണതയിലേക്ക് എത്താൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഓരോ ഘട്ടങ്ങളെയും കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിന്റെ സകല മേഖലകളിലും ആദർശത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കുന്ന വേളയിൽ ഒരു നിലക്കും മടിപതറാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയുന്നവർ മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടുന്നവർ. അല്ലാത്തവരൊക്കെയും നഷ്ടത്തിലായി തീരുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. കുടുംബത്തിൽ, സമൂഹത്തിൽ, കൂട്ടുകാർക്കിടയിൽ അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹ് അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ സമർപ്പിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഭയപ്പാടോടെയും വേദനയോടെയും സ്നേഹത്തോടെയും ഹിക്മത്തോടെയും നസീഹത്തോടെയും അവരോട് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആ പ്രബോധന ദൗത്യം നമ്മിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് കൃത്യമായി നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിശുദ്ധ കലിമത്തു തൗഹീദ് കൊണ്ട് രക്ഷപ്പെട്ട മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊരു മുറാദാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ചത് അത് പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പലരും പ്രയാസത്തിലാണ്, കഷ്ടപ്പാടിലാണ്, വേദനയിലാണ്. സജീവ പ്രവർത്തകന്റെ സഹോദരന്റെ ഭാര്യ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, അവർ ഗുരുതരമായ രോഗത്തിനും പ്രയാസത്തിലുമാണ്.
നാളെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ രോഗവും ശിഫ നൽകി പൂർണ്ണ ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഇസ്ലാമിലേക്ക് പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് ഇസ്ലാം അനുസരിച്ച് പൂർണ്ണമായി അമലുകൾ ചെയ്ത് ജീവിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ് അല്ലാഹു നീട്ടിക്കൊടുത്ത് ആഫിയത്ത് നൽകി ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പെടുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കയ്യഴിഞ്ഞ് സഹായിക്കാനും പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളിയുടെ കളക്ഷൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് الأحياء منهم والأموات ويا قاضي الحاجات اللهم ارحم موتنا وموتى المسلمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اجعلنا هداة مهتدين غير ضالين ولا مضلين اللهم استر عوراتنا وآمن روعاتنا واكفنا ما أهمنا وقنا شر ما نتخوف عباد الله إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون واقم الصلاة. الله